ആ സ്കൂട്ടറിൻ്റെ ബാറ്ററി മോർണിംഗിൽ ഇനി ഒരു മറ്റേ ഇതിൻ്റെ മൈലേജ് അല്ല മറ്റേ ഇതില്ല ഈ സിഒ റീഡിങ് വന്നതുകൊണ്ട് അവർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നണം എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ ഉണ്ടോയെന്നൊരു സംശയം. അപ്പോൾ ബാറ്ററി ഇഷ്യൂ വരാൻ സമയമായില്ല തന്നെ. ഫെബ്രുവരി 2024 മാറ്റിയ അമറോൺ ബാറ്ററി 3 കൊല്ലത്തിനുള്ള അങ്ങനെ ഇഷ്യൂ വരാറില്ല. അപ്പോൾ ആ ബാറ്ററി എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒന്ന് റീചെക്ക് ചെയ്യണം അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്. സ്കൂട്ടറിൻ്റെ ബാറ്ററി അത് 6 മാസത്തിനുള്ള ഒരിക്കലും പ്രശ്നം വരില്ല. ഹോണ്ടയുടെ സർവീസ് കഴിഞ്ഞ പിന്നെ പ്രശ്നം വന്നു. ഇതിനു മുമ്പ് പഴയ ബാറ്ററി ചെയ്തത് പഴയ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഞാൻ സർവീസിന് കൊടുത്ത് തിരിച്ച് കിട്ടിയ പിന്നെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ്. ബാറ്ററിയുടെ നമ്പർ എൻ്റെ കയ്യിൽ ഗ്യാരണ്ടി കാർഡും പേപ്പറൊക്കെ ഉണ്ട്. അതിന് നമ്പറുണ്ട്. ആ നമ്പർ തന്നെയാണ് അവിടെ ഇതിൽ കിടക്കുന്നത് എന്നൊന്ന് റീചെക്ക് ചെയ്യണം. നമ്മൾ ഈ സർവീസിനെ പറ്റിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അവരെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. ബാറ്ററി തന്നത് ഹോണ്ടയെന്നല്ല, അത് പുറത്തുനിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് ഇഷ്യൂ എന്നുള്ളത്. മറ്റേ MET നല്ല 3 മണിക്കൂർ ഇഷ്യൂ പറഞ്ഞോന്നാണ് അറിഞ്ഞത്. മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് 3 മണിക്കൂർ അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റ് മെട്രോളജി ഇല്ലേ മറ്റേ സെൻട്രൽ ഗവൺമെൻറ് ഏരിയ, അതിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് സെൻട്രലാണോ സ്റ്റേറ്റാണോ നോക്കാമെന്ന് അറിയില്ല. അതിൻ്റെ മെട്രോളജി നിൽക്കാൻ സെൻറ്റർ ആയിരിക്കും. അതിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. BSNL ഫോണിലേക്ക് വരാറില്ല സാധാരണ മെസ്സേജസ് വരുമ്പോൾ. BSNL ഫോണിൽ 3 ഹവറും മഴയുണ്ടാവും, 3 ഹവർ 40 hours വിൻഡിനും ചില സ്ഥലങ്ങളിൽ സാധ്യതയുണ്ട്, 3 hours മഴയുണ്ടാവുന്നത്. മഴയുടെ കാര്യം കറക്റ്റാണ്. വൈഫ് മറ്റേ അവിടെയൊക്കെ ഗംഗപ്പടി ഭാഗത്തൊക്കെ അവളുടെ വീട്ടിൽ വിളിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായിട്ട് മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവിടെ ഏതായാലും നന്നായിട്ട് മഴ പെയ്തു. പ്രദക്ഷിണം കഴിഞ്ഞ സമയം മുതൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പ്രദക്ഷിണം തൊട്ടും വരെ മഴ പെയ്തു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇറങ്ങാൻ പ്രശ്നം ഉണ്ടായില്ല. അപ്പോഴത്തേക്കും മഴ മാറി. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മാറിയിരുന്നു. അതുകൊണ്ട് പ്രദക്ഷിണം പോയി ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും മഴ പെയ്തു. പണ്ട് കൊലഞ്ചേരിപ്പള്ളി പെരുന്നാൾ ഇങ്ങനെയാണ്. 11 12 നമ്മൾ കുടയില്ലാതെ പെരുന്നാൾ കൂടാൻ പോകാൻ പറ്റില്ലായിരുന്നു. ഒരു കുട വെച്ച് 2 പേർക്ക് പോകാൻ പറ്റില്ല. ഓരോരുത്തർക്കും സെപ്പറേറ്റ് കുട വേണം. അപ്പം പെരുന്നാളിന് പോകണമെങ്കിൽ കൊലഞ്ചേരിപ്പള്ളി പെരുന്നാളിന് ഈ ലെവലിലാണ് കൊലഞ്ചേരിപ്പള്ളി പെരുന്നാൾ. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തല്ല, എനിക്ക് തോന്നുന്നു ഒരു 2010 വരെ അങ്ങനെയായിരുന്നു തോന്നുന്നു. അത് പിന്നെ മാറ്റം കണ്ടു തുടങ്ങിയത്. കാലാവസ്ഥയിലുണ്ടായിരുന്ന ചെറിയ മാറ്റങ്ങൾ. ജൂലൈയിലുള്ള മഴ കുറഞ്ഞു, പിന്നെ ഓഗസ്റ്റിലായി മഴ, അങ്ങനെയൊക്കെ ചേഞ്ചസ് വന്നു തുടങ്ങിയായിരുന്നു. മറ്റേ ജൂലൈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഏറ്റവും കൂടുതൽ മഴയുള്ള സമയമാണ്. ജൂലൈയിൽ നന്നായിട്ട് മഴ പെയ്ത് ഈ ഡാമുകളൊക്കെ അങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ ജൂണിലിപ്പം മഴ 25% കുറവാണെന്ന് അറിഞ്ഞത് നോർമലിനേക്കാളും. ജൂലൈയിലും ജൂണിലും നന്നായിട്ട് മഴ പെയ്ത് ഈ ഡാംസ് ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റിൽ വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാവും. കാരണം ഇതൊക്കെ ഒഴുക്കി കളഞ്ഞാൽ ഇത് റോഡ് പോലും കാണാൻ പാടില്ലാത്ത രീതിയിൽ. ഈ മഴ ഒരു പരിധിക്കുള്ള സ്പീഡിൽ പോകുന്ന സേഫല്ല.
ഞാനും പോയിട്ടുണ്ട്. പിന്നെന്താ, സ്കൂട്ടറാണ് പോകണം, നല്ല സ്പീഡിലാണ് പോകുന്നത്. ആ സ്പീഡിൽ പോകാൻ കുഴപ്പമില്ല, പക്ഷേ എതിരെ ഒരാൾ ഓട്ടം ചാടുക. നമുക്ക് ഈ ഇപ്പോൾ കോഴഞ്ചേരി ടൗണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വല്യപ്പം ഓട്ടം ചാടാം, 2 കുട്ടികൾ ഓട്ടം ചാടാം, അല്ലെങ്കിൽ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു അമ്മ ഓട്ടം ചാടാം. പല പ്രശ്നങ്ങളുണ്ട്. 2 ഇന്ത്യക്കാർ ഓട്ടം ചാടാം. അപ്പോൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഈ ബംഗാളികൾ, ഇന്ത്യയിൽ നിന്നല്ല കേട്ടോ, ബംഗാളികൾ ഇവിടെ ഉള്ളായിരുന്നു, ഇന്ത്യക്കാരും ഇവിടെ ഇല്ല. ബംഗാളികൾ ഹിന്ദി സംസാരിക്കണമെന്നുള്ളൂ. ബംഗാളിയല്ല തോന്നുന്നു, ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണോ എന്തേലും ആവട്ടെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു പരിധി കൂടുതൽ ഈ ടൗൺ ഏരിയയിലൊക്കെ കയറുമ്പോൾ ഒരു 30-35 കിലോമീറ്ററിന് മേലെ സ്പീഡ് എടുക്കണം, അത്ര സേഫ് അല്ല.